ഒരു സിസ്റ്റം അതിന്റെ മന്ദഗതിയിലാകുമ്പോൾ അതിലേക്ക് വൈറസ് അതുപോലെ പഴയ നിയമത്തിൽ ഒരു പുരോഹിതന് 3 ധർമ്മങ്ങളുണ്ട്. മൂന്നാമത് പ്രാർത്ഥനയിലൂടെയും ജനത്തെ ദൈവത്തിലേക്ക് ഉയർത്തുക എന്നുള്ളത് സഭയുടെ ദൈവത്തിന്റെ ഇഷ്ടവും ലോകത്തിൽ അറിയിക്കുന്നത് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യഭക്തിയില്ലാത്ത കേവലം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഇസ്രായേൽ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരാജയപ്പെട്ടതായിട്ടും നമുക്കറിയാം. ഇങ്ങനെ പരാജയപ്പെടാറുണ്ട്. അഞ്ചാമത്തെ വിശേഷം നൽകുന്നത് നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനത്തിനുള്ള നമ്മൾ സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് പ്രകാശമുള്ള സമൂഹമാകുന്നതിന് ദൈവം ഒരിക്കൽ പോലും മനസ്സിലാക്കേണ്ടതെന്നല്ല, നിരന്തരമായ നിത്യജീവിതത്തിൽ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ ഈ ദൈവവചനത്തിലേക്കും ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജനത്തിനു വേണ്ടി മധ്യസ്ഥയാണെങ്കിൽ ലോകത്തിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്നു എന്നുള്ളത്. പ്രകാരം സഭയിലെ സാന്നിധ്യമാകുവാൻ ദൈവം പ്രഘോഷകരാകുവാൻ, നിരന്തരം നീതി പങ്കുവെച്ചു കൊടുക്കുവാൻ, സ്നേഹത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിൽ ആസ്വദിക്കുന്നവരായിട്ടല്ല, പൗരോഹിത്യ ശുശ്രൂഷയുടെ കർമ്മം നിർവഹിക്കുന്നവരായി തീരാം. Faithfully proclaiming his excellencies, walking in his light and truly being God's church for God's world. ദൈവത്തിന്റെ ലോകത്തിൽ ദൈവത്തിന്റെ സഭയായിരിക്കാൻ ഈ ദൈവിക മൂല്യങ്ങളെ ആഴത്തിൽ മുറിമാറാകണമേ. നിരവധി രാജ്യങ്ങൾ ഒരുക്കണമേ. മഹത്വത്തിനാട് സകലം ചെയ്താട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥനയെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സെന്റ് തോമസ് മാർത്തോമാ ഇടവക വിജിൻസയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നതാണ്.
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, 131ാമത് മാരാമൺ കൺവെൻഷന്റെ യുവേദി മീറ്റിംഗായി ഞങ്ങൾക്ക് കൂടി വരുവാൻ തന്ന കൃപകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പലയിടങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് നിന്നെ തിരുവനന്തപുരത്തിന് കീഴിൽ വന്നുകൂടുവാൻ തന്ന കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, ജനറൽ സെക്രട്ടറി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നേതൃത്വം നൽകുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കും, ജനറൽ സെക്രട്ടറി അച്ഛൻ, വൈസ് പ്രസിഡന്റ്, ട്രസ്റ്റി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിമാർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ യുവേദി മീറ്റിംഗിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മെസ്സേജ് നൽകുന്ന ജോസാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏറ്റവും മനോഹരമായി ഞങ്ങൾ അത് ശ്രമിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാഥമികയുടെ ന്യായസ്ഥതയും സഹനവീക്ഷണ അവരോട് കേൾക്കണമേ. ആമേൻ. ശ്രീ ജോസ് പഞ്ചപതി സാർ, വൈദികരെ, പ്രിയമുള്ളവരെ, മാരാമൺ കൺവെൻഷന്റെ ഏറ്റവും സജീവമായ കൂട്ടായ്മകളിൽ ഒന്നാണല്ലോ യുവവേദി. യുവജനങ്ങളുടെ കൂടിവരവ് മാത്രമല്ല യുവവേദി, ദൈവസ്നേഹത്തിൽ വേരൂന്നിയ സഭയുടെ ദൗത്യത്തിൽ സജീവമായ ലോകത്തിലെ വെല്ലുവിളികളിൽ ധൈര്യശാലികളായി യുവത്വത്തെ വാർത്തെടുക്കുന്നതിൽ യുവവേദി വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് തർക്കമില്ല. ഇത് ട്രെൻഡുകളുടെ കാലമാണ്. ഈ കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഈ യുവവേദി ഒരു കണ്ടെത്തലിന്റെ കൂട്ടായ്മയാണ് ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡിസ്കവറി. ഹു ആം ഐ? വാട്ട് ഈസ് മൈ പർപ്പസ്? വാട്ട് ഡു ഐ സ്റ്റാൻഡ് ഫോർ? ഞാൻ ആരാണ്? എൻ്റെ നിയോഗം എന്താണ്? ഞാൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പ്രബലമായ ട്രെൻഡുകളിൽ നിന്നല്ല, മറിച്ച് ക്രിയാത്മകമായ കൂടിവരവുകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയുമാണ് അതിനെ കണ്ടെത്താൻ സാധിക്കുക. ഈ സംഭാഷണങ്ങൾക്കുള്ള ഇടം കൂടിയാണ് ഈ യുവവേദിയുടെ കൂട്ടായ്മ. ഈ വർഷത്തെ തീമായി യുവവേദിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുതുക്കം, അനുതാപവും അനുതാപനം, റീബൂട്ട്, റിപ്പന്റ് ആൻഡ് റീകണക്ട് എന്നതാണ്. ഈ തുടർന്ന് വരുന്നതായ 3 ദിവസങ്ങളിൽ ഈ പ്രധാനപ്പെട്ട തീമിനെ ആസ്പദമാക്കി സാമൂഹികമായി അതോടൊപ്പം തന്നെ മിഷൻ പെർസ്പെക്റ്റീവിലും അതോടൊപ്പം തന്നെ തിയോളജിക്കൽ പെർസ്പെക്റ്റീവിലും ചിന്തിക്കുന്നതിനാണ് നാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ നമ്മുടെ സംഭാഷണങ്ങൾക്കുള്ള ചിന്ത ഇതായിരിക്കട്ടെ. സാങ്കേതിക വിദ്യയുടെ ലോകത്ത് നിരന്തരം കേൾക്കുന്ന ചിന്തയാണ് റീബൂട്ട് എന്നതായ വാക്ക്. നിരന്തരം അപ്ഡേറ്റും അപ്ഗ്രേഡും ചെയ്യപ്പെടുന്നതായ ഒരു ലോകത്ത് നമ്മുടെ ജീവിതത്തിനും റീബൂട്ട് അല്ലെങ്കിൽ പുതുക്കം ആവശ്യമാണെന്ന് നാം മറന്നു പോകുന്നു. അതുകൊണ്ട് ഒരു സിസ്റ്റം അതിന്റെ മന്ദഗതിയിലാകുമ്പോൾ, അതിലേക്ക് വൈറസുകൾ കടന്നു വരുമ്പോൾ, അതിന്റെ കാര്യക്ഷമത കുറഞ്ഞു വരുമ്പോൾ അതിനെ പാടെ ഉപേക്ഷിച്ച് കളയുകയല്ല, മറിച്ച് അത് പുനഃസജീവമാക്കുക.